എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഫ്രീസ ആണെങ്കിൽ ആ പിക്കലോയെ അടിച്ച് താഴെ ഇട്ടിരിക്കുകയാണ്. അവനാണെങ്കിൽ ഗോക്കുവിനോട് പറയും, ഈ പിക്കലോ അവൻ എന്നെ ഡൈവേർട്ട് ചെയ്തു, അതുകൊണ്ടാണ് നിന്റെ കാര്യം ഞാൻ വിട്ടുപോയത്, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, എന്റെ കഥ അതിപ്പോൾ കഴിയും, അതിനുശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് വരും, നിന്നെ ഇല്ലാതാക്കുമെന്ന് പറയും. ഗോക്കുവാണെങ്കിൽ പ്രത്യേകിച്ച് കൂസലൊന്നും ഇല്ലാതെ വീണ്ടും വീണ്ടും ആ പവർ അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഇവിടെ ഫ്രീസ അവനാണെങ്കിൽ പിക്കലോയെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ കൈ നീട്ടും. ആ നിമിഷം വലിയൊരു പവർ വന്ന് അവനെ ആഞ്ഞടിക്കും. എന്താ സംഭവിച്ചെന്ന് മനസ്സിലാവാതെ പിക്കലോ ആണെങ്കിൽ ഈസി ആണെങ്കിൽ ചുറ്റും നോക്കും. അപ്പോൾ കാണും ദൂരത്തായിട്ട് മൊട്ടപ്പനും ഗോഹാനും അവരവശേഷിക്കുന്ന പവർ വെച്ച് ഇപ്പോൾ അവൻ ആഞ്ഞടിച്ചിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് നന്ദി പറയും, താങ്ക് യു, ഉണ്ടായിരുന്ന പവർ നിങ്ങൾ വേസ്റ്റ് ആക്കാതെ എങ്ങനെയെങ്കിലും യൂസ് ചെയ്തല്ലോ, തൽക്കാലത്തേക്ക് എനിക്ക് എൻ്റെ ജീവൻ അത് കിട്ടി. ഇവിടെ ഫ്രീസയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യം ഇരട്ടിയാവും. വിഡ്ഢികളെ, നിങ്ങൾക്ക് ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്രകാരം ചെയ്യും, ഒരു കാരണവശാലും നിങ്ങളെ ഞാൻ വെറുതെ വിടില്ല, ഇത്തരത്തിലൊരു ഡ്യൂക്ലി പവർ കൊണ്ട് എന്നെ തോൽപ്പിക്കാനാവില്ല, ചെയ്ത തെറ്റിനുള്ളത് നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ഇപ്പോൾ അടുത്തൊരു പവർ ക്രിയേറ്റ് ചെയ്ത് മൊട്ടപ്പനെയും ഗോഹാനെയും ലക്ഷ്യമിടും. അത് കണ്ട പിക്കലോ ആണെങ്കിൽ ഗോക്കുവിനോട് പറയും, നീ അത് കാണുന്നില്ലേ, അവൻ്റെ മൊട്ടപ്പൻ്റെ അവസ്ഥ മോശമാണ്, അവർക്കൊന്നും സംഭവിക്കാനായിട്ട് പാടില്ല, ഓൾറെഡി ആ കുഞ്ഞിപ്പയ്യൻ അവൻ മരിച്ചുപോയി, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ ഹീൽ ചെയ്യാനോ ആരുമില്ല, വെറുതെ അതും താങ്ങി പിടിച്ച് നിൽക്കാതെ അത് അവൻ്റെ നേർക്ക് വലിച്ചെറി. ഗോക്കു ആണെങ്കിൽ അപ്പോഴും മറുപടി പറയാതെ ശ്വാസം മുറുക്കി പിടിച്ച് അബ്സോർബ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ക്യാമറ അങ്ങനെ സൂം ഔട്ട് ചെയ്ത വലിയ എന്തോ ഒരു പവർ ഇപ്പോൾ ഗോക്കു ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഒരു പവറിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ വീണ്ടും ഗോക്കുവിനോട് അത് എറിയാനായിട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. മൊട്ടപ്പനും ഗോഹാനും ആണെങ്കിൽ ആകാംക്ഷയോട് കൂടെ അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അറിയാനായിട്ട് അവിടേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ആ സമയം ആ പവർ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത് കംപ്ലീറ്റ് ആയെന്നാണ് ഞാൻ കരുതുന്നതെന്ന് പറഞ്ഞ് ഗോക്കു അവനാണെങ്കിൽ ആ ഒരു പവർ ഇപ്പോൾ ആ ഒരു ഫ്രീസയ്ക്ക് നേരെ വലിച്ചെറിയാൻ തയ്യാറാവുകയാണ്. ഇവിടെ ഫ്രീസ ആണെങ്കിൽ അവന്റെ കയ്യിൽ മറ്റൊരു പവർ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അവനങ്ങനെ ഹായ് ആയിട്ട് നിൽക്കുമ്പോഴായിരിക്കും ഗോക്കു വലിച്ചെറിഞ്ഞ ആ വലിയ സ്പിരിറ്റ് ബോംബ് അതിപ്പോൾ അവന്റെ നേർക്ക് വരുന്നത് അവൻ ശ്രദ്ധിക്കുക. ഓ നോ, ഇങ്ങനെയൊരു ട്വിസ്റ്റ് അത് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. അവന്റെ ആ പവർ ആണെങ്കിൽ ഗോക്കുവിന്റെ പവറിൽ പെട്ട് തേരിയാണ്. ഓ നോ, ഇതൊരു മാസീവ് പവറാണ്, എന്നെ കൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് അത് തടയാൻ ശ്രമിക്കും. ഇവിടെ ഗോകുവും പിക്കലോയും അവർ രണ്ടുപേരും തല താഴ്ത്തി കംപ്ലീറ്റ് നിലത്തങ്ങനെ കിടക്കുകയാണ്. അത് കണ്ട് മൊട്ടപ്പനും ഗോഹാനും അവരും സേഫായി നിലത്ത് കിടക്കും. ഇവിടെ ഫ്രീസി അവന്റെ ഫുൾ എഫേർട്ട് കൊടുത്ത് എങ്ങനെയെങ്കിലും അതിനെ പുൾ ബാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അതിന്റെ പവറിൽ കൊണ്ടാണെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ല. ആ ഒരു നാമഗ്രഹം മുഴുവനായിട്ടും ഇളകി മറിയുകയാണ്. മലകൾ ഇടിഞ്ഞും നദികൾ അങ്ങനെ താളം തെറ്റി ഒഴുകിയും അവിടെ മുഴുവൻ അങ്ങനെ വളരെ മോശം അവസ്ഥയിലേക്ക് പോകും. വളരെയധികം മോശം അവസ്ഥയിലേക്ക് പോകും. അടുത്ത നിമിഷം അവിടെ വലിയൊരു പൊട്ടിത്തെറി തന്നെ ഉണ്ടാവുകയാണ്. ഇവിടെ കിങ് കായ് ആണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. വാവ്, ഇത് ഞാൻ പ്രതീക്ഷിച്ചതല്ല. പ്രപഞ്ചത്തിന് തന്നെ ശത്രുവായിട്ടുള്ള ഫ്രീസയെ നമ്മുടെ ഗോക്കു അവൻ തോൽപ്പിച്ചു, അവനെ കൊണ്ട് അതിന് സാധിച്ചു എന്ന് പറഞ്ഞ് ആളങ്ങനെ തുള്ളിച്ചാടുകയാണ്. മാർഷൽ ആർട്സ് മാനും ഹാൻസം ബോയ്ക്കും കുഞ്ഞിപ്പയ്യനും ഒരുപാട് സന്തോഷം. അതെ, ഗോക്കു ശരിക്കും അടിപൊളിയാണ്, അവനെ കൊണ്ട് ഇത് സാധിക്കുമെന്ന് എനിക്ക് തോന്നിയിരുന്നു എന്ന് പറയും. അവർക്കെല്ലാവർക്കും ഒരുപാട് സന്തോഷം. കട്ട് ചെയ്ത നാമഗ്രഹം കാണിക്കും. ഇപ്പോൾ നമ്മുടെ മൊട്ടപ്പനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി മുകളിലേക്ക് കയറി വരും. അതിനുശേഷം ഗോഹാനെയും പിടിച്ചു കയറ്റുകയാണ്. അവർ ചുറ്റും നോക്കും. നാമഗ്രഹത്തിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ മോശമാണ്. ഓ നോ, ആ ഒരു സ്പിരിറ്റ് ബോംബ് അത് വളരെ വലുതായിരുന്നു. ഫ്രീസ അതിൽ തകർന്നില്ലാതായി. പക്ഷെ ഗോകുവിനെയും പിക്കലോയെയും അവർ രണ്ടുപേരെയും കാണാനില്ല. അവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവോ, അവരുടെ പവർ ഒട്ടും തന്നെ എനിക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് ഗോഹാൻ പറയും. അതിന് മൊട്ടപ്പം പറയും, അവർക്ക് രണ്ടുപേർക്കും ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല, അവർ ഇവിടെ തന്നെ എവിടെയെങ്കിലും ഉണ്ടാവും, നമുക്ക് അന്വേഷിക്കാം. മൊട്ടപ്പനും ഗോഹാനും ആണെങ്കിൽ ആ നാമഗ്രഹത്തിന്റെ ഓരോ ഭാഗത്തായിട്ട് അന്വേഷിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴായിരിക്കും ഒരനക്കം അവർ കാണുക. അത് മറ്റാരുമല്ല, പിക്കലോയെ കണ്ട ഗോഹാനാണെങ്കിൽ ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടും. മിസ്റ്റർ പിക്കലോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, ആൾ ഓക്കെ ആണെന്ന് പറയും. പിക്കലോ ആണെങ്കിൽ ഇപ്പൊ ആരെയോ പിടിച്ചു കയറ്റുകയാണ്. മറ്റാരുമല്ല, ഗോക്കു ആണെങ്കിൽ നല്ല രീതിയിൽ ടയർഡാണ്. പക്ഷെ അവന്റെ ജീവന് കുഴപ്പമൊന്നുമില്ല. ആ ഫ്രീസയെ തോൽപ്പിച്ച് ഇപ്പൊ ഗോക്കു ബാക്ക് ടു നോർമലായി തിരികെ എത്തിയിരിക്കുകയാണ്. ഗോക്കു ഓക്കെ ആണെന്ന് പറയും. ഗോഹാൻ ആണെങ്കിൽ അവന്റെ പപ്പ ആൾക്ക് കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല എന്ന് മനസ്സിലാക്കി സന്തോഷമായിട്ട് തുള്ളിച്ചാടും. യാഹൂ, എന്റെ പപ്പ അദ്ദേഹം തിരികെ വന്നു. ഈ നാമഗ്രഹത്തിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കാതെ തന്നെ ഫ്രീസയെ അദ്ദേഹം ഇല്ലാതാക്കി. എന്റെ പപ്പയുടെ വലിയൊരു വിജയം തന്നെയാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ആ ഒരു ആഘോഷം അത് ശരിക്കും കളറാക്കുകയാണ്. അവന്റെ സന്തോഷം കാണുമ്പോൾ മൊട്ടപ്പനും ഒരുപാട് സന്തോഷം. ഇവിടെ പിക്കലോയും ഗോക്കു രണ്ടുപേരും സമാധാനത്തിൽ അങ്ങനെ നിൽക്കും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ബുൽമ, അവളാണെങ്കിൽ ആ വലിയ പവറിൽ തെറിച്ചു പോയതാണ്. ഏതോ തവളയുടെയൊക്കെ ദേഹത്തിടിച്ച് അവളിങ്ങനെ ഏതോ ഒരു ഭാഗത്ത് വന്ന് കിടക്കുകയാണ്. ഗോഹാനും മൊട്ടപ്പനും ആണെങ്കിൽ ഇപ്പോൾ ഫ്ലൈ ചെയ്ത് പിക്കലോടെയും ഗോകുവിന്റെ അടുത്തേക്ക് വരികയാണ്. അച്ഛാ, ഞങ്ങളിതാ അച്ഛൻ്റെ അടുത്തേക്ക് എത്തിയെന്ന് പറഞ്ഞ് ഗോഹാനാണെങ്കിൽ ഇപ്പോൾ അവൻ്റെ പപ്പയെ ഹഗ് ചെയ്യും.
ഗോഹാനാണെങ്കിൽ സന്തോഷത്തിൽ തുള്ളിച്ചാടുകയാണ്. ഗോക്കു ആണെങ്കിൽ പതിയെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് അവൻ്റെ തലയിൽ തട്ടും. മൊട്ടപ്പനാണെങ്കിൽ ഇപ്പോൾ ഗോക്കുവിനോട് പറയും ആ സ്പിരിറ്റ് ബോംബ് ശരിക്കും വളരെ മാസീവായിരുന്നു. അത് കാണാൻ ശരിക്കും വലിയൊരു ഗ്രഹത്തെ പോലെ തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും അത് കണ്ട് ഷോക്കായെന്ന് പറയും. അതിന് ഗോക്കു ആണെങ്കിൽ അതെ, ഈ പ്രപഞ്ചത്തിൻ്റെ 90% ശക്തി ഉപയോഗിച്ചാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ ബോഡി ഇപ്പോൾ പൂർണ്ണമായിട്ടും വീക്കാണ്. ഇനി ഒരുപാട് നേരം ഇവിടെ നിൽക്കണമെന്നില്ല, നമുക്ക് എത്രയും വേഗം തിരികെ പോകണം. ഉടനെ ഗോഹാനാണെങ്കിൽ അവൻ്റെ മാസ്റ്റർ പിക്കലോയെ നോക്കും. മാസ്റ്റർ, നിങ്ങൾ നന്നായിട്ട് തന്നെ ഫൈറ്റ് ചെയ്തു, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിന് പിക്കലോ ആണെങ്കിൽ അവൻ്റെ തലയിൽ തട്ടും. ഒട്ടപ്പനാണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. നമ്മൾ ഇത്രയും നേരമായിട്ട് ഒരാളെ കുറിച്ച് അന്വേഷിച്ചില്ല ബുൽമ. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്. അവൾ തീർച്ചയായിട്ടും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എടുത്തിട്ടിടിക്കും. അവളെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് നമുക്ക് തിരികെ ഭൂമിയിലേക്ക് പോവാം. ഗോഹാനാണെങ്കിൽ ഭയങ്കര സന്തോഷം. ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എൻ്റെ അമ്മയെ കാണും. നമുക്ക് വേണ്ടി അമ്മ കാത്തിരിക്കുകയായിരിക്കും. മാത്രമല്ല ഇപ്പോൾ ഭൂമിയിൽ ഡ്രാഗൺ ബോൾ വന്നിട്ടുണ്ടാവും. സോ അതിൻ്റെ സഹായത്താൽ നഷ്ടപ്പെട്ടു പോയ എല്ലാവരെയും നമുക്ക് തിരികെ പിടിക്കാം. അവരങ്ങനെ കാര്യമായിട്ട് ഓരോ കാര്യം പറയുന്ന അതേ സമയം തന്നെ ദൂരത്തായിട്ട് നമ്മുടെ ബുൽമ, അവളാണെങ്കിൽ പേടിച്ച് വിറച്ച് ഒരു ഭാഗത്തിരിക്കുകയാണ്. അവളുടെ തൊട്ട് മുൻപിൽ ആ ഒരു ഗന്യു തവള ആണെങ്കിൽ അവളെ നോക്കി കരഞ്ഞുകൊണ്ടേയിരിക്കും. ഇവിടെ ഗോക്കു ആണെങ്കിൽ നമ്മുടെ ആൾക്കാരോട് പറയും, എനിക്ക് ഒരുപാട് സ്ട്രെസ് എടുക്കാൻ വയ്യ, എൻ്റെ കൈക്കും ബോഡിക്കെല്ലാം നല്ല പെയിനാണ്. നമ്മുടെ പേടക ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ച കൊണ്ട് നമുക്ക് തിരികെ ഭൂമിയിലേക്ക് പോകാനായിട്ട് കഴിയും. തീർച്ചയായിട്ടും ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ ഇതോടുകൂടെ സോൾവ് ചെയ്തിരിക്കുകയാണ്. പിക്കലോ ആണെങ്കിൽ ഗ്രാൻഡ് എൽഡറിനെ കുറിച്ച് ആലോചിക്കും. ഒരു നല്ല മനുഷ്യനായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ. അവനത് പറയേണ്ട താമസം നമ്മുടെ മൊട്ടപ്പൻ അവൻ എന്തോ ഒന്ന് കണ്ട് ഫ്രീസായിട്ട് നിൽക്കുകയാണ്. ഓ നോ, അവൻ വീണ്ടും വന്നു. ഗോക്കുവിൻ്റെ ആ മാസീവ് പവറിൽ അവൻ തകർന്നില്ല. അത് കേട്ട് എല്ലാവരും ഞെട്ടി. മൊട്ടപ്പൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കും. ആ ഫ്രീസ അവൻ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? അത്രയും വലിയ പവർ ഉപയോഗിച്ചിട്ടും ഇവൻ എങ്ങനെ ജീവനോടുകൂടെ വന്നു ചിന്തിച്ച് നമ്മുടെ ആൾക്കാർ പരസ്പരം നോക്കുന്ന അതേ സമയം ഇവിടെ ഫ്രീസ അവനൊരു പവർ ഗോക്കുവിന് നേരെ അയക്കും. പിക്കലോ ആണെങ്കിൽ ചാടി വന്ന് ഗോക്കുവിനെ തട്ടി മാറ്റും. ആ ഒരു പവർ അവൻ്റെ നെഞ്ചിലൂടെ അങ്ങനെ കയറി ഇറങ്ങി അവൻ മരിച്ചു വീഴുകയാണ്. ഗോഹാനാണെങ്കിൽ അത് സഹിക്കാനായിട്ട് കഴിയില്ല. അവൻ പിക്കലോടെ പേര് വിളിച്ച് ഉച്ചത്തിൽ കരയും. കിങ് കായ് ആണെങ്കിൽ ആ ഒരു കാര്യം അറിഞ്ഞ് ഞെട്ടുകയാണ്. ഓ, ഞാനൊരല്പം തിടുക്കം കാണിച്ചു പോയി. എൻ്റെ എക്സ്പെക്ടേഷൻസ് എല്ലാം തെറ്റി. ആ ഫ്രീസ അവൻ തിരികെ വന്നിരിക്കുകയാണ്. അവൻ പിക്കലോയെ കൊന്നു. അത് കേട്ട് ഹാൻസം ബോയ് ആണെങ്കിൽ ഇപ്പൊ കിങ്കായോട് ചോദിക്കും, നിങ്ങളല്ലേ പറഞ്ഞത് ഗോക്കു ആ ഫ്രീസയെ കൊന്നെന്ന്? അതിന് കിങ്കായ് പറയും, എനിക്കൊരു തെറ്റു പറ്റിയതാണ്. അവൻ ഇതുവരെ മരിച്ചിട്ടില്ല. അവനിപ്പോ പിക്കലോയെ കൊന്നു കളഞ്ഞു. കട്ട് ചെയ്താ ഇവിടെ ഗോക്കു ആണെങ്കിൽ മൊട്ടപ്പനോടും ഗോഹാനോടും പറയും, ഒരു കാരണവശാലും നിങ്ങളിവിടെ നിൽക്കാൻ പാടില്ല. ഇത്രയും വേഗം ബുൽമയെ കണ്ടെത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടു പോ. ഞാൻ വന്ന സ്പേസ് ഷിപ്പ് അത് അവിടെ ഉണ്ട്, അതിൽ കയറി പോയേ പറ്റൂ. ഗോഹാനാണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരിക്കലും ഇവിടം വിട്ട് പോവില്ല. മാസ്റ്റർ പിക്കലോയെയാണ് അവൻ കൊന്നത്, അതിനെനിക്ക് റിവഞ്ച് ചെയ്യണം. ഗോക്കു ആണെങ്കിൽ അതിന് ദേഷ്യപ്പെടും. യു ആർ അൺബിലീവബിൾ. നീ അത് കാണുന്നില്ലേ? അവന് ഭയങ്കര പവറാണ്. എന്നെ കൊണ്ട് പോലും അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് കഴിയുന്നില്ല. നിന്റെ ഈ ചെറിയ പവർ വെച്ച് അവനെ തൊടാൻ പോലും പറ്റില്ല. നിന്റെ ജീവൻ ഇപ്പോൾ അപകടത്തിലാണ്. എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് പോകും. ഫ്രീസ ആണെങ്കിൽ അത് കേട്ട് ചിരിക്കും. നിന്റെ പപ്പ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് പറഞ്ഞ് ഇപ്പം മൊട്ടപ്പനെ തൂക്കി എടുക്കുകയാണ്. മൊട്ടപ്പനാണെങ്കിൽ ഗോക്കുവിന്റെ പേര് വിളിച്ച് കരയും. ഗോക്കു ആണെങ്കിൽ ഫ്രീസയോട് പറയും, ഫ്രീസ ദയവ് ചെയ്ത് അവനെ ഒന്നും ചെയ്യരുത്. പക്ഷെ അടുത്ത നിമിഷം ഫ്രീസയാണെങ്കിൽ മൊട്ടപ്പനെ പൊട്ടിച്ചു കളയാണ്. ആ ശബ്ദം കേട്ട് ഇവിടെ കിങ്കായ് പോലും കിടുങ്ങി വിറയ്ക്കും. അടുത്തത് ആർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടതെന്ന് നമ്മുടെ ആൾക്കാർ ചോദിക്കും. അതിന് കിങ്കായ് പറയും, മൊട്ടപ്പൻ അവനെയും ഫ്രീസ കൊന്നു. ഫ്രീസയാണെങ്കിൽ പൊട്ടിച്ചിരിച്ച് അടുത്തതായിട്ട് ഗോക്കുവിന് നേരെ കൈ നീട്ടും. അടുത്തത് ആ ചിമിട്ട് പയ്യനാണ്. അവനെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. ഇവിടെ ഗോക്കുവിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. നീ ചെയ്തത് വലിയ തെറ്റാണ്, ഉറപ്പായിട്ട് ഞാൻ നിന്നോട് റിവെഞ്ച് ചെയ്യുമെന്ന് പറഞ്ഞ് ഗോക്കു ആണെങ്കിൽ അവൻ്റെ അൾട്ടിമേറ്റ് പവറിലേക്ക് പോവാണ്. അവൻ ഒരു സൂപ്പർ സയാനായിട്ട് മാറാനായി തുടങ്ങും. അടുത്ത നിമിഷം അവിടെ വലിയ പൊട്ടിത്തെറി ഉണ്ടായി. അവൻ്റെ ബോഡി മുഴുവൻ ഫയർ സ്പ്രെഡായി അവനങ്ങനെ പവർഫുൾ ആയിട്ട് നിൽക്കും. ഗോക്കു ആണെങ്കിൽ ഇപ്പോൾ ഗോഹാനോട് പറയും, മര്യാദയ്ക്ക് പിക്കലോയുമായിട്ട് ഇവിടുന്ന് കടന്നു പോകും. എൻ്റെ കൺട്രോൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെയും എന്തെങ്കിലും ചെയ്യും. ഗോക്കുവിൻ്റെ വാക്കുകളിലെ തീവ്രത അത് മനസ്സിലാക്കിയ ഗോഹാനാണെങ്കിൽ ഇപ്പോൾ അവിടുന്ന് പോവാണ്. ഗോക്കു ആണെങ്കിൽ ടെററായി ആ ഒരു പിക്കലോയെ നോക്കുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.